ഹായ് എവരിവൺ. എൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നാളെ മുതൽ ഒരു 23 ദിവസത്തെ ഒരു ചാലഞ്ച് ഞാൻ എന്നോട് തന്നെ എടുക്കുകയാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്കിനി ഒരു 6 അല്ലെങ്കിൽ 8 കിലോയും കൂടിയും കുറക്കാനാണ് എൻ്റെ ഒരു ആഗ്രഹം. നിലവിൽ എൻ്റെ വെയിറ്റ് ഇന്ന് രാവിലെ ഞാൻ ഫസ്റ്റ് നോക്കിയപ്പോൾ 65.65 ആയിരുന്നു. അത് എത്രത്തോളം കുറയുമെന്ന് എനിക്കറിയില്ല ഇനി ഈ 23 ദിവസം കൊണ്ട്. അപ്പോൾ എത്ര വെയിറ്റ് കുറക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുകയാണ്. ഡേ 1 മുതൽ ഡേ 23 വരെ ഞാൻ ചെയ്യുന്ന വർക്കൗട്ട്, ഞാൻ കഴിക്കുന്ന ഫുഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാനും വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നാളെ തുടങ്ങി ഈ ചലഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ച് വെക്കും. ഒരുപാട് കോസ്റ്റ് കൂടിയ സാധനങ്ങളൊന്നുമല്ല. അതായത് ഞാൻ പറഞ്ഞ പോലെ റാഗിപ്പൊടി, ഗോതമ്പ് പൊടി, കുറച്ച് ഓട്സ്, കുറച്ച് ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ മേടിച്ച് സ്റ്റോക്ക് ചെയ്യാറ്. അപ്പോൾ അത് ഞാൻ ഇന്ന് മേടിച്ച് വയ്ക്കും. അതോടൊപ്പം തന്നെ കുറച്ച് വെജിറ്റബിൾസ്, അതായത് നമുക്ക് പെട്ടെന്ന് ഒലത്തും തോരനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പാകത്തിനുള്ള നമ്മളുടേതായ ഇഷ്ടത്തിനുള്ള വെജിറ്റബിൾസ്, പിന്നെ കുറച്ചധികം ക്യാരറ്റ്, കുക്കുംബർ, കോഴിമുട്ട, ഇത്രയും സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ച് സ്റ്റോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച 1.5 ആഴ്ചയൊക്കെ അത്യാവശ്യം ഇത്രയും കാര്യങ്ങൾ കൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് നമ്മുടെ ഫുഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഡേ 1 മുതൽ ഡേ 23 ഡേയ്സ് വരെയുള്ള എൻ്റെ ഓരോ നേരത്തെയും ഫുഡ് പ്ലേറ്റ്സ് വർക്കൗട്ട് വീഡിയോയും ഞാൻ അന്നേ ദിവസം വൈകുന്നേരം തന്നെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ കൂടെ ഈ 23 ദിവസം വർക്കൗട്ടും ഡയറ്റും ഒക്കെ ചെയ്ത് എത്ര കിലോ, നമ്മളൊരു 5 കിലോ കുറക്കാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട, എത്ര കിലോ നമ്മളെക്കൊണ്ട് കുറക്കാൻ പറ്റും എന്നുള്ളൊരു ഇതിൽ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ആദ്യം തന്നെ നമ്മളൊരു ബുക്കിൽ ഇങ്ങനത്തെ ഒരു ടേപ്പ് വെച്ചിട്ട് നമ്മുടെ കൈയുടെ വണ്ണം, കാലിൻ്റെ വണ്ണം, നെഞ്ചിൻ്റെ അളവ്, വയറ്, ഹിപ്പ്, ഇത്രയും കാര്യങ്ങൾ ടേപ്പ് വെച്ചിട്ട് അളന്ന് ഒരു ബുക്കിൽ എഴുതി വെക്കുക. അതുപോലെ തന്നെ നാളെ രാവിലെ എഴുന്നേറ്റിട്ടുള്ള നമ്മുടെ ജസ്റ്റ് ഒന്ന് ബാത്റൂമിൽ ടോയ്ലറ്റൊക്കെ പോയിട്ട് വന്നിട്ടുള്ള ഫസ്റ്റ് വെയിറ്റ് നമ്മൾ അടയാളപ്പെടുത്തി വെക്കാം. ഇനിയിപ്പോൾ വെയിറ്റിംഗ് മെഷീൻ ഇല്ല എന്നുള്ള ഒരു ഇത് കൊണ്ടിട്ട് ആരും ഇതാവൊന്നും വേണ്ട. നമ്മളിപ്പോൾ ടേപ്പിൽ അളന്നൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതാണെങ്കിലും മതി. അതല്ല, വെയിറ്റ് നോക്കാൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് എഴുതി വെക്കാം. അപ്പോൾ നമുക്ക് ഈ സെപ്റ്റംബർ 4-ാം തീയതിയാണ് പിന്നെ നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അത്രയും ദിവസം കൊണ്ട് നമുക്ക് എന്ത് മാറ്റം വന്നെന്ന് നമുക്ക് സ്വയം ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതി വെക്കാൻ പറയുന്നത്. കാരണം ചിലർക്ക് ഈ 23 ദിവസം കൊണ്ട് വെയിറ്റിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവില്ല, ഇഞ്ച് ലോസ് ആയിരിക്കും ഉണ്ടായേക്കണേ. പക്ഷെ അതും നമ്മളിൽ ഉണ്ടാവുന്ന ഒരു വ്യത്യാസം തന്നെയാണ്. അപ്പോൾ അത് എന്താണെങ്കിലും, ഇഞ്ച് ലോസ് ആണെങ്കിലും വെയിറ്റ് ലോസ് ആണെങ്കിലും നമ്മൾക്ക് വരുന്ന മാറ്റം നമുക്ക് സ്വയം ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഇങ്ങനൊരു കാര്യം ചെയ്തു വെക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും സാധനങ്ങളൊക്കെ ഞാൻ ഇന്ന് തന്നെ മേടിച്ച് വെച്ചിട്ടായിരിക്കും നാളെ മുതൽ ഞാൻ വീണ്ടും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ നാളെ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്നുള്ളത് നാളെ വൈകുന്നേരം ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷെ അതോർത്ത് ആരും എന്താ കഴിച്ചതെന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഇതിനകത്ത് ഇരിക്കണ്ട. ഇപ്പം നമ്മൾ അത്യാവശ്യത്തിന് വേണ്ട വെയിറ്റ് ലോസിന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ പെട്ടെന്ന്, ഇപ്പോൾ എല്ലാവർക്കും നമ്മൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കി കഴിക്കാനുള്ള സാഹചര്യമൊന്നും ആയിരിക്കില്ല. അപ്പോൾ നമ്മളെക്കൊണ്ട് എന്താണോ അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് തയ്യാറാക്കിയെടുക്കുക. ചിലവർക്ക് റാഗിയുടെ പുട്ടായിരിക്കാം, ചിലവർക്ക് പെട്ടെന്ന് ഗോതമ്പ് കലക്കി ദോശ ഉണ്ടാക്കി കഴിക്കാനായിരിക്കും പറ്റണേ, ചിലർക്ക് ഓട്സ് കാച്ചി കുടിക്കാനായിരിക്കും പറ്റണേ. അപ്പം നമ്മൾ സാധാരണ രാവിലെ കഴിക്കുന്ന വീട്ടിലുണ്ടാക്കുന്ന ചായക്കടികളിൽ നിന്ന് വ്യത്യാസമായിട്ട് നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾ കൊണ്ടുള്ള ഫുഡ്സ് ഉണ്ടാക്കുക. അതിപ്പോൾ എന്തും ആയിക്കോട്ടെ. പിന്നെ നമ്മൾ കഴിക്കുന്നതിൻ്റെ അളവ് നല്ല രീതിയിൽ മാറ്റം വരുത്താം. സാധാരണ നമ്മളൊരു ചിരട്ടപ്പുട്ടാണ് കഴിക്കുന്നതെങ്കിൽ നേരെ അതിൻ്റെ പകുതിയാക്കി കഴിക്കാം. ഇനിയിപ്പോൾ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധാ എന്താണോ ഉണ്ടാക്കുന്നത് അത് നമ്മൾ കഴിക്കുന്നതിലും നേരെ പകുതി അളവിലേക്ക് മാറ്റി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം.
അപ്പം നാളെ മുതൽ നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവർക്കും എന്നോടൊപ്പം കൂടാം. എല്ലാവരുടെയും വെയിറ്റൊക്കെ നല്ലോണം വ്യത്യാസം വന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.